Dear students, good morning everybody. We have discussed the history of medieval India in previous chapters. Now let us discuss the social life in Kerala during the period. Here Unit 9, a new unit, Unit 9, Medieval Kerala. Copper plates are important sources of history of medieval Kerala. What is meant by copper plates? The copper plates, the official documents given by the chieftains to temples and tradesmen in medieval Kerala. What are the letter or what is the letter used in the script in copper plates? The script used here is Vatteluthu, an old script. This copper plates is a record of the rights sanctioned to Anjuvannam, a group of traders by Bhaskara Ravi, a medieval ruler of Kerala, based at Mahodayapuram. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മിഡീവൽ ഇന്ത്യയെക്കുറിച്ചാണ്. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് മിഡീവൽ കേരള, മധ്യകാല കേരളം എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് പഠിക്കാൻ പോകുന്നത്. മധ്യകാല കേരളത്തെക്കുറിച്ച്, മിഡീവൽ കേരളത്തെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമാക്കി തരുന്ന സോഴ്സാണ് കോപ്പർ പ്ലേറ്റ്സ്. എന്താണ് ഈ കോപ്പർ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ? കോപ്പർ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ആണ്. ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, അത് ഓരോ രാജാക്കന്മാർ കൊടുക്കുന്ന ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്. ആ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സിൽ എന്താണ് അതിൽ പറഞ്ഞിട്ടുണ്ടാവുക? ചില ട്രേഡേഴ്സിന് കൊടുക്കുന്ന അധികാരങ്ങൾ ആ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിൽ എഴുതി കൊടുക്കുന്നു. അത് കോപ്പർ പ്ലേറ്റുകളിൽ വട്ടെഴുത്ത്, മുമ്പെയുള്ള ഒരു സ്ക്രിപ്റ്റാണ് വട്ടെഴുത്ത്, ഒരു ഓൾഡ് സ്ക്രിപ്റ്റ്, ഒരു എഴുത്തുവിദ്യ, ഓൾഡ് എഴുത്തുവിദ്യ. ആ സ്ക്രിപ്റ്റിൽ വട്ടെഴുത്ത് എന്നാണ് അതിന് പറയുക. ആ വട്ടെഴുത്ത് കൊണ്ട് എഴുതി, അത് എങ്ങനെയായിരിക്കും? കോപ്പർ പ്ലേറ്റിലാണ്, കോപ്പർ കൊണ്ടുണ്ടാക്കിയ ഫലകങ്ങളിലാണ് എഴുതി കൊടുക്കുക കേട്ടോ. അഞ്ചുവണ്ണം എന്ന് പറയുന്ന ട്രേഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സാണ് അഞ്ചുവണ്ണം. അവർക്ക് ആ നാട്ടിൽ കൊടുത്തിട്ടുള്ള അധികാരങ്ങളെക്കുറിച്ചാണ് അതിൽ പറഞ്ഞത്. ഭാസ്കര രവി എന്ന രാജാവാണ് കൊടുത്തിരുന്നത്. അദ്ദേഹം മഹോദയപുരം ബേസ് ചെയ്ത് ഭരിച്ചിരുന്ന രാജാവായിരുന്നു. കേരള വാസ് എ പാർട്ട് ഓഫ് ancient Tamilagam ruled by the Moovandes. We discussed in the last class about it. A kingdom based at Mahodayapuram was established by the 9th century CE. The rulers of the kingdom were known as Perumals. The rulers of the kingdom were known as Perumals. Which place is known as Mahodayapuram? Kodungallur, present Kodungallur, and the surrounding area were known as Mahodayapuram in those days. Present Kodungallur and the surrounding areas. Perumals were also known as Cheras or Cheramans. Cheras or Cheramans. Some of them adopted the title Kulashegara. ഇവിടെ മഹോദയപുരം ബേസ് ചെയ്ത് കേരളം നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കേരളം തമിഴ്നാടിൻ്റെ, തമിഴകത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. മൂവണ്ടേഴ്സാണ് അവിടെ ഭരിച്ചിരുന്നത്. മൂവണ്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ചോള, ചേര, പാണ്ഡ്യാസ്. ചോള, ചേര, പാണ്ഡ്യാസ്, ഈ 3 വംശങ്ങളാണ് ancient തമിഴകം ഭരിച്ചിരുന്നത്. അതിൽ മഹോദയപുരം ബേസ് ചെയ്ത് ഭരിച്ചിരുന്നവരാണ് പെരുമാൾസ്. അവർ മഹോദയപുരം എന്ന് അറിയപ്പെടുന്ന പ്ലേസ് ഏതായിരുന്നു? ഇന്നത്തെ കൊടുങ്ങല്ലൂരും അതിന് ചുറ്റുമുള്ള പ്ലേസസിനെയാണ് അന്ന് മഹോദയപുരം എന്ന് അറിയപ്പെട്ടിരുന്നത്. ഈ കൊടുങ്ങല്ലൂരിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ചേര അല്ലെങ്കിൽ ചേരമാൻ എന്ന പേരും സ്വീകരിച്ചിരുന്നു. ചില രാജാക്കന്മാർ കുലശേഖര എന്ന പേരും സ്വീകരിച്ചിരുന്നു. What is the socio-economic features of the regions during the reign of Perumals?
Agriculture flourished in the areas close to water resources. Brahmins established their power in agricultural village. Temples developed as centers of power. The ownership of farm land was vested with the Brahmins. All adiyars were the people who toiled in the soil. Besides farmers, there were many other occupational groups in the society. As agriculture became widespread, agriculture developed ആയപ്പോൾ വലിയ വലിയ ലാൻഡ് ഏരിയകളിൽ നാടുകൾ എന്ന പേരിൽ ഡെവലപ്പ് ചെയ്തു. എന്ത് പേരിലാണ്? നാടുകൾ. They were called nadus. The large or widespread large areas of land called nadu. ഇനി those who established power over the nadus came to be known as നാടുവാഴി. ആരാണോ ഈ നാടുകളിൽ അധികാരം സ്ഥാപിക്കുന്നത് അവരെ ഏത് പേരിൽ അറിയപ്പെട്ടു? നാടുവാഴീസ് എന്ന പേരിലും അറിയപ്പെട്ടു. ഓക്കെ. By the 12th century, the reign of Perumals ended. The reign under the control of chieftains was known as Sorubam. Here, നമ്മളിവിടെ പറഞ്ഞു ഓരോ നാടുകളിലും നാടുവാഴികൾ ഉണ്ടായിരുന്നു എന്ന്. ഈ നാടുവാഴികളുടെ പിന്നീട് എന്ത് പേരായി? ആ നാടിനെ സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടു. ആ നാട് വാഴുന്ന അല്ലെങ്കിൽ നാട് ഭരിക്കുന്ന ആ കുടുംബത്തെയും ഏത് പേരിൽ അറിയപ്പെട്ടു? സ്വരൂപം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. The eldest member of the family became ruler. The eldest member of the family became ruler. These chieftains fought among themselves for power. ഇനി ഏതൊക്കെയായിരുന്നു മേജർ സ്വരൂപങ്ങൾ? ഇമ്പോർട്ടൻറ്റ് സ്വരൂപംസ് ആർ മേജർ സ്വരൂപംസ് വേർ സ്വരൂപംസ് ഡ്യൂറിങ് ദിസ് പീരീഡ് വേർ തൃപ്പപ്പൂർ സ്വരൂപം ഇൻ വേണാട്, പെരുമ്പടപ്പ് സ്വരൂപം ഇൻ കൊച്ചി, നെടിയിരുപ്പ് സ്വരൂപം ഇൻ കോഴിക്കോട് ആൻഡ് കോലസ്വരൂപം ഇൻ ചിറക്കൽ. These four swarubams are most important. Internal and external trade made great progress in Kerala during medieval period. Cardamom, ginger, grambu, turmeric, coffee are common things that were exchanged from or export from Kerala. Goods from other lands also reached the markets of Kerala. Clay pots, fishing nets, silks, etc. reached in Kerala. Earlier trade was carried out through the exchange of goods. Later, goods began to be exchanged for money. There were trade groups. അന്ന് കാലത്ത് ട്രേഡ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അഞ്ചുവണ്ണം, മണിഗ്രാമം. ഈ അഞ്ചുവണ്ണം മണിഗ്രാമം എന്നത് ഇമ്പോർട്ടൻ്റ് ആയ ട്രേഡ് ഗ്രൂപ്പ്സ് ആണ് കേട്ടോ. ഈ ഡ്യൂറിങ് ദിസ് പീരീഡ്, ഈ മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ട്രേഡ് ഗ്രൂപ്പ്സ് ആയിരുന്നു അഞ്ചുവണ്ണവും മണിഗ്രാമവും. ടാക്സ് ഓൺ ട്രേഡ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ഡ്യൂറിങ് ദിസ് പീരീഡ്. Maritime trade attained tremendous progress during the medieval period. The demand for exported goods increased. This resulted in the increase in the cultivation of such crops in rural areas. Okay, let us discuss about the language, art and literature in medieval Kerala. Do you think Malayalam have been in use since ancient time? Why is Kerala known as മലയാളം ദേശം? മലയാള ദേശം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിനെ? ഇറ്റ് ഈസ് ജനറലി ബിലീവ്ഡ് ദാറ്റ് മലയാളം ഹാസ് ഇവോൾവ്ഡ് ഫ്രം തമിഴ്. തമിഴിൽ നിന്നാണ് മലയാളം വന്നിട്ടുള്ളതെന്ന് പൊതുവെയുള്ള വിശ്വാസം. സാൻസ്ക്രിറ്റ് ആൾസോ ഹാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മലയാളം. വട്ടെഴുത്ത് ആൻഡ് കോലെഴുത്ത് വേർ ദ സ്ക്രിപ്റ്റ്സ് യൂസ്ഡ് ടു റൈറ്റ് ഓൾഡ് മലയാളം. പഴയ മലയാളം എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപികളായിരുന്നു വട്ടെഴുത്തും കോലെഴുത്തും. ജൂവിഷ് പ്ലേറ്റിലൊക്കെ നമ്മൾ അതാണ് പറഞ്ഞത് അല്ലേ. പിന്നെ നിങ്ങൾ മലയാളം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും കൃഷ്ണഗാഥ ബൈ ചെറുശ്ശേരി, അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആൻഡ് മഹാഭാരതം കിളിപ്പാട്ട് ബൈ എഴുത്തച്ഛൻ, തുള്ളൽ ലിറ്ററേച്ചർ ഓഫ് കുഞ്ചൻ നമ്പ്യാർ etc. contributed the development of the Malayalam language. മലയാള ഭാഷയുടെ
വളർച്ചയ്ക്ക് കൃഷ്ണഗാഥയും അധ്യാത്മരാമായണവും അതുപോലെ മഹാഭാരതം, കിളിപ്പാട്ടും, തുള്ളലും എല്ലാം സംഭാവന ചെയ്തിട്ടുണ്ട്. ദ മുഹിദ്ദീൻ മാല റിട്ടൺ ബൈ അറബി മലയാളം ബൈ ഖാലി മുഹമ്മദ് ഇൻ 7th century ആൻഡ് പുത്തൻ പാന റിട്ടൺ ബൈ അർമോസ് പാദ്രി ഇൻ ദി 18th century enriched the language. Beside this, വടക്കൻ പാട്ട്, തെക്കൻ പാട്ട് ആൻഡ് തൊഴിൽപ്പാട്ട് ആൾസോ കോൺട്രിബ്യൂട്ടഡ് ദി പോപ്പുലാരിറ്റി ഓഫ് മലയാളം. മലയാളം ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ച കുറേ കൃതികളാണ് നമ്മളിവിടെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞു. അതിൽ കൂടാതെ മൊഹിദ്ദീൻ മാല, ഇറ്റ് ഈസ് റിട്ടൺ ബൈ നോട്ട് ഓൺലി ഇൻ മലയാളം, ഇറ്റ് ഈസ് ഇൻ അറബി മലയാളം ലാംഗ്വേജ്. അറബി മലയാളം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണത്? അറബിയിലായിരിക്കും എഴുത്ത്, പക്ഷെ വായിക്കുമ്പോൾ അത് മലയാളമായിരിക്കും. എഴുത്ത് കണ്ടാൽ അറബിയാണ്. വായന ഇന്നും മദ്രസകളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മദ്രസയിലില്ല, പക്ഷേ മറ്റു മദ്രസകളിലൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഖാലി മുഹമ്മദ് എന്ന ആളാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതുപോലെ പുത്തൻ പാന റിട്ടൺ ബൈ അർമോസ് പാദ്രി. അതുപോലെ വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, തൊഴിൽപ്പാട്ട് ഇതെല്ലാം മലയാള ഭാഷയുടെ ഡെവലപ്മെൻറ്റിന് സഹായിച്ചതാണ്. കുറച്ച് ആർട്ട് ഫോംസ്. എ ഫ്യൂ ആർട്സ് ഫോംസ് ദാറ്റ് ഡെവലപ്ഡ് ഇൻ മിഡീവൽ കേരള which are the കൂത്ത്, കൂടിയാട്ടം, കഥകളി were staged in the കൂത്തമ്പലം attached temples. Hence their arts forms came to be known as temple arts. കഥകളി, കൂടിയാട്ടം, കൂത്ത് എല്ലാം ടെമ്പിളിലാണ് അരങ്ങേറാറ്, അമ്പലങ്ങളിൽ. അതുകൊണ്ട് ഇതിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ടെമ്പിൾ ആർട്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദ റിച്വൽസ് ആർട്ട് ഫോം ലൈക്ക് തെയ്യം, തിറ ആൻഡ് കളംപാട്ട് വെർ പെർഫോംഡ് ഇൻ കാവ്. കാവുകളിലുള്ളതാണ് തിറ, തെയ്യം, കളംപാട്ടൊക്കെ. ആൻഡ് അതർ പ്ലേസസ് ഓഫ് വർഷിപ്പ്. ദിസ് വെർ മോർ പോപ്പുലർ ദാൻ ദി ടെമ്പിൾ ആർട്സ്. Apart from these, several other art forms were performed in connection with the rituals and celebrations of different religious communities. ഈ ആർട്ട് ഫോമിന് പുറമെ മറ്റു പല ആർട്ട് ഫോമുകളും ഓരോ മതവിശ്വാസികളുടെയും ഇടയിൽ ഡെവലപ്പ് ചെയ്തിരുന്നു. ഏതൊക്കെയാണ്? ഒപ്പന, മാർഗംകളി, ചവിട്ടുനാടകം എക്സെട്ര ആർ ഫോർ ഫ്യൂ എക്സാമ്പിൾ. Medieval Kerala had gained much progress in the field of knowledge. ശങ്കരനാരായണൻ വാസ് എ ഫേമസ് അസ്ട്രോണമർ. അറിവിൻ്റെ കാര്യത്തിൽ മിഡീവൽ കേരള മുമ്പിലായിരുന്നു. ശങ്കരനാരായണൻ എന്ന ആൾ ഒരു ഫേമസ് അസ്ട്രോണമറാണ്. ഡ്യൂറിങ് ദി റൈൻ ഓഫ് പെരുമാൾസ് ഹി ഹാസ് ഓതേഡ് ശങ്കരനാരായണീയം. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ശങ്കരനാരായണൻ. അത് അസ്ട്രോണമിയായി കണക്റ്റഡ് ആണ്. ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് സംഗ്രാമ മാധവൻ to mathematics gained worldwide acclaim. Ashtanga Hridayam, Ayurveda and book on Ayurveda was also written during this period. The two important literary works on history, മൂഷകവംശം ആൻഡ് തുഫത്തുൽ മുജാഹിദ്ദീൻ. മറ്റ് രണ്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ലിറ്റററി വർക്കാണ് മൂഷകവംശവും തുഫത്തുൽ മുജാഹിദിനും. ഇതും ഈ കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടത്. ദ സെൻറ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ദി പീരീഡ് വെർ അറ്റാച്ച്ഡ് ടു ടെമ്പിൾസ് ആൻഡ് ടെമ്പിൾസിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷന് അല്ലെങ്കിൽ സ്കൂളുകൾ, പാഠശാലകൾ അറിയപ്പെടുന്നത് ഏത് പേരിലായിരുന്നു? ദ വെർ നോൺ ആസ് ശാലൈ. ദോസ് അറ്റാച്ച്ഡ് ടു ബുദ്ധിസ്റ്റ് സെൻറ്റേഴ്സ്. ഇനി ബുദ്ധിസ്റ്റ് സെൻറ്റേഴ്സിനോട് കൂടിയിട്ടുള്ള പാഠശാലകളും ഉണ്ടായിരുന്നു. ദേ വെർ നോൺ ആസ് പള്ളി. ഇനി ഏതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻറ്റ് ശാലൈസ്? കാന്തളൂർ ശാലൈ, വിഴിഞ്ഞം ശാലൈ, പാർത്ഥിവാശേഖരപുരം ശാലൈ. ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇപ്പോൾ ഓരോ കാര്യങ്ങൾ മിഡീവൽ കേരളത്തിനെ പറ്റി പഠിച്ചു. ദ ഡിഫറെൻറ്റ് സോഷ്യോ എക്കണോമിക് സിസ്റ്റം ഡെവലപ്ഡ് ഇൻ കേരള by the 18th century. Language, art, literature and knowledge gained a unique identity during the period. അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി ടീച്ചർ I will send some questions, send back the answers. Okay, thank you children.